കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് ജെൻസികളിരുന്ന് ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് കുറച്ച് ജെൻസികളിരുന്ന് സംസാരിക്കുന്നത്. ഇത് ഇവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇവർ 4 പേർ പറയുന്നത്. ഇതെല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇതേക്കുറിച്ച് നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാർ, ഇപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർ പറയുന്ന ചില ശ്രദ്ധേയമായ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. നമ്മൾ 21ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റ് ഒക്കെ വിട്ടു കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യര് പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. 2026 ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചാടിത്തുള്ളി വെട്ടാൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാം ചർച്ചയാവൂലേ? അപ്പൊ ഇസ്ലാമിന്റെ കൂടെ തന്നെ ഈ ഇസ്ലാം ഖുറാനിലുള്ളോ ചർച്ചയാവല്ലോ? അത് ഖുറാനിലില്ലെന്നാണ് പറയുന്നത്. ശരിക്കും സാർ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം എത്ര കഴിഞ്ഞാലും ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഇസ്ലാമിനെയും ഖുറാനെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? അത് ഈ പല ഉപമകളുടെ രൂപത്തിൽ, ചിന്തകളുടെ രൂപത്തിൽ, ദർശനങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഞാനതിനെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ ഒരു 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 വളരെ കോൺക്രീറ്റായി ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന, ആ വിശ്വസിക്കുന്ന ആളുകൾ ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന ഒരു മതം കൂടിയാണ് ഇസ്ലാം മതം. അപ്പോൾ ഈ വിശ്വസിക്കുന്ന ആളുകൾ വളരെ ഓണർഷിപ്പോടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പറയത്തില്ലേ, വെള്ളിയാഴ്ചയാകുമ്പോൾ കടന്നൽ കൂട്ടം പോലെ ആളുകൾ പള്ളിയിൽ പോകുന്നു. ആ പോകുന്നവർ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും കാർണിവൽ കാണാനോ ഗാനമേള കേൾക്കാനോ ഒന്നുമല്ല, നിസ്കരിക്കാനാണ് പോകുന്നത്. പിന്നെ റംസാൻ മാസമാകുമ്പോൾ എല്ലാ ആളുകളും ഒരുമാതിരി വാട്ടിയ വാഴയിലയുടെ കൂട്ട് നടക്കുന്നു. ഒട്ടുമിക്ക ആളുകൾക്ക് നോമ്പാണ്, പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം. അപ്പോൾ ഇത് കാണുന്ന ഒരാൾ വിചാരിക്കും, ഇങ്ങനൊരു നോമ്പുണ്ടോ, ഇങ്ങനൊരു നിസ്കാരമുണ്ടോ എന്നൊക്കെ പറയുന്നത് വിചാരിക്കും. അവർക്ക് എക്സംഷൻ, വലിയ ഇളവുകൾ എടുക്കാതെ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിശ്വാസം എന്നുള്ള നിലയിലായിരിക്കണം ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നത്. പിന്നെ കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പം നമ്മൾ പല ഗ്രന്ഥങ്ങളും ഉണ്ട്. പല ഗ്രന്ഥങ്ങളും ചിലത് ഓണർഷിപ്പോടെ വന്നതുണ്ട്, അല്ലാതെ പലരാൽ രചിക്കപ്പെട്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ നടക്കുന്ന ചർച്ചകളെക്കാൾ കൂടുതൽ ഈ ഖുർആനെക്കുറിച്ചും ഈ വിശ്വാസത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും സംസാരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു 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 കാതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻ്റാണ് ഇത്ര അസ്വസ്ഥപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത്രയേറെ ഇതിനകത്ത് ആക്രമിക്കപ്പെടാനൊരു കാര്യമില്ല. പിന്നെ ആളുകൾക്ക് എല്ലാവർക്കും ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരാളിനെ നമ്മൾ കണ്ടില്ലേ, ചിലരെ വളരെ വാനോളം ചിലർ പുകഴ്ത്തുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഒരു കാര്യമില്ലാതെ 5-6 തെറി എഴുതിയിട്ട് പോകും. അപ്പം അങ്ങനെ ഇപ്പോൾ അവനാളാവണ്ട എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഈ ഖുർആൻ ആരെങ്കിലും കടിക്കാൻ വന്നതായിട്ടോ, നമ്മളെ കടിക്കാൻ വരുന്ന പട്ടിയെ കൊല്ലാൻ പോലും പാടുപെട്ട് നിയമനിർമ്മാണം നടത്തി എന്നിട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ ഖുർആനോ പ്രവാചകനോ ആരും ഇപ്പോഴത്തെ കാലത്ത് സ്വതന്ത്രമായി പോകുന്ന ആരെയും കടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അവിടെ ഇങ്ങനെയൊരു സംഗതി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇതുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ സാർ. ആരിഫ് ഈ മതം ഉപേക്ഷിച്ചു, പുള്ളി എന്തിനാണ് ഡിഫെൻഡ് ചെയ്യണേ? ഈ ഒരു വീഡിയോയിൽ ചോദിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ്, എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ചോദ്യം കൂടിയാണ്. ഈ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഈ ഒരു മതം ഉപേക്ഷിച്ചു, എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മതത്തെ പിന്നെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്? എന്തായിരിക്കും അത്? അത് ശരിക്കും ഈ ആ ആള് പറയേണ്ട ഒരു സംഗതിയാണ്. പുള്ളിക്ക് അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് പടിയിറങ്ങി. സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമാണ്, 10,000-കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? വേറെ ഏതെങ്കിലും ജോലി അന്വേഷിച്ച് പോവും, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കും. എന്നാൽ ഒരാൾ ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റ് തകർത്തേ പറ്റൂ, ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, ആ ആളിന് എന്തെങ്കിലും ഒരു സാധാരണ മനുഷ്യൻക്കപ്പുറത്തൊരു സൈക്കോയോ സവിശേഷമായ ചില മാനസികാവസ്ഥയുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ആത്മഹത്യാ കൊലകൾ എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? ഒരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞ് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആരോഗ്യകരമായ സംഗതികളിൽ ഒത്തിരി ബന്ധങ്ങൾ അങ്ങനെ സ്പ്ലിറ്റായി പോകാറുണ്ട്. അതിനൊക്കെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ചിലർ വീണ്ടും അതിൻ്റെ പുറകിന് നടന്ന് അവളെ കൊന്ന് അവളുടെ ജീവിതവും കളഞ്ഞ് അവൻ്റെ ജീവിതവും കളയുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന സൈക്കോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സൈക്കോ മനോഭാവമുള്ളവർ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇതാ ചെന്താമര എന്ന് പറയുന്ന ഒരാളിനെ ഈ കഴിഞ്ഞ ദിവസം തൂക്കി കൊല്ലാൻ പോകുന്ന ആൾ ഒരു കേസിൽ പിന്നെ കുറ്റക്കാരനായി അതിൽ പരോളിലിറങ്ങി വീണ്ടും അവരെ കൊന്നു. എന്നിട്ട് വിചാരണ വേളയിൽ കോടതി ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇനിയും എന്നെ പുറത്തു വിട്ടാൽ ഇനിയും ഞാൻ കൊല്ലും
അപ്പോൾ അയാളൊരു സവിശേഷമായ സൈക്കോയാണ്. അപ്പോൾ അയാളുടെ സൈക്കോ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ കൊല്ലുന്നതാണ്. ഇത് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഇത്തരമായി ഒരു സൈക്കോ ആയിരിക്കും. ഇപ്പം സെൻട്രൽ സെക്രട്ടേറിയറ്റ് ബോംബ് വെച്ച് തകർക്കുമെന്നും പറഞ്ഞ് എല്ലാ ദിവസവും നടക്കുന്ന ഒരാൾ, അയാൾ ജോലി ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ അയാളുടെ വഴിക്ക് പോകണം. രണ്ടാമത്തെ കാര്യം ഒന്നെങ്കിൽ അതാകാൻ. രണ്ടാമത്തെ കാര്യം എന്തോന്ന് ചോദിച്ചാൽ ഇയാളെ ആരെങ്കിലും പേ ചെയ്ത് ഇതിനു വേണ്ടി നിർത്തിയിരിക്കുന്നതാവാം. എന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലിയാണിത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, നിനക്ക് ഞങ്ങൾ സംരക്ഷണം തരാം, നിനക്ക് ആവശ്യമുള്ള കാശ് തരാം. അപ്പോൾ അയാൾ അതിനെ എന്ത് ചെയ്യുന്നു, വേറൊരു പണിയും അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ അതൊരു നല്ല മാർഗ്ഗമാണ്, എനിക്ക് വേണ്ട സംരക്ഷണം കിട്ടും, വേണ്ട സമ്പത്ത് കിട്ടും, വേറെ എനിക്കൊരു പണി അറിഞ്ഞുകൂടാ, വേറെ എങ്ങും പോയി. ഇപ്പോൾ പിന്നെ ആരിഫ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ടു ദിസ് ഇൻകം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളി ഹോമിയോപ്പതി പഠിച്ചു, ഹോമിയോപ്പതി ഉപേക്ഷിച്ചു, വേറെ നാരങ്ങ വെള്ളക്കടയും ചായക്കടയും സർക്കാർ ജോലിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ പുള്ളി ഇത്രയും നാൾ പണിഞ്ഞിട്ടും ഒരു ദോഷവും വരാത്ത, നമ്മൾ ചിലപ്പോൾ റോഡിലൊക്കെ നിൽക്കുന്ന ഭയങ്കര ആഞ്ഞ മയിൽക്കുറ്റി പിടിച്ചിട്ട് കുലുക്കി 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 കുലുക്കുന്നവൻ്റെ നടുവിളകുന്നതല്ലാതെ ഈ കല്ലിനൊരു കുലുക്കവും ഇല്ല. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്ന് കറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ അവനെ ആരെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലാതൊരു നമ്മളെല്ലാ സംഗതികളും ചെയ്യുന്നതിനൊരു റീസണോ ഒരു റിസൾട്ടോ വേണം. ഇതൊരു റിസൾട്ട് ഇല്ലാത്ത ഒരു സംഗതി ഇതുപോലെ കിടന്ന് ഈ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു മതവിശ്വാസത്തെ ഇതുപോലെ എന്താ പറയുന്നത് എക്സ് മുസ്ലിം എന്ന് പേര് വെച്ച്, ഇപ്പം ജബ്ബാർ മാഷിനെ പോലെ ലിയാഖത്ത് അലിയെ പോലെയൊക്കെ നിരീശ്വരവാദികളായി പോയി അവിടെ നിന്ന് അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം എന്ന് പറഞ്ഞാൽ തീരെ നിലവാരമില്ലാത്തതും വ്യക്തിയാധിക്ഷേപങ്ങളും അത്തരം കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ള മതങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ റിഫോമേഴ്സ് വരുമ്പോൾ റിഫോമേഴ്സിന്റെ കൂടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തില് ശ്രീനാരായണഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി ഇവരൊക്കെ വന്നാണ് ഇതെല്ലാം റിഫോർമേഷൻ സംഭവിച്ച് ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു റിഫോമർ ഉണ്ടായ അയാളെ അടിച്ചു താഴ്ത്തി അമർത്തി അയാളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു മതത്തിൽ നിന്ന് ഒരു റിഫോർമർ ഉണ്ടായാൽ അവരെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കുമെന്ന്. ശരിക്കും അങ്ങനെ ഇല്ലാതാക്കുക അടിച്ചമർത്തുകയൊക്കെ ചെയ്യപ്പെടും. അതായത് ഈ റിഫോർമേഷൻ എന്താണെന്നുള്ളതാണ്. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരാളുടെ അച്ഛൻ്റെ മകനായി ജനിക്കുന്നു, മകളായി ജനിക്കുന്നു. നമ്മൾ അച്ഛനെ നമ്മൾ റിഫോം ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രവൃത്തി ദോഷം ഉണ്ടായാൽ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അച്ഛൻ അങ്ങനെ അയൽക്കാരോട് പറയരുത് എന്നൊക്കെ പറയുന്ന ചില ചേഞ്ചസ് അല്ലെങ്കിൽ ചില മോഡിഫിക്കേഷൻ. ബേസിക്കലി അച്ഛനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആ റിഫോർമേഷനിൽ അതിൻ്റെ പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്ന് ചെയ്യാൻ കാര്യമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് റിഫോർമേഷൻ എന്ന് പറയുകയും അച്ഛനെ കൊല്ലാൻ നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റു മക്കളുണ്ടെങ്കിൽ അതിന് വലയം തീർക്കും. മനസ്സിലായി പറഞ്ഞു, എങ്ങനെ നിനക്ക് മാത്രമായിട്ട് എൻ്റെ അച്ഛനെ കൊല്ലാൻ ഒക്കില്ല, ഞങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞൊരു വലയം തീർക്കും. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസത്തിൽ റിഫോമേഴ്സ് ഇല്ലെന്നല്ല, ഒരുപാട് റിഫോമേഴ്സ്. ഇപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയൊക്കെയുള്ള റിഫോമേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന, പിന്നെ ഇതിനകത്തുള്ള അവിടെ റിഫോർമേഷൻ എവിടെയാണ് ആവശ്യം? വിശ്വാസപരമായ കാര്യത്തിലൊരു റിഫോർമേഷൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഏകദൈവ വിശ്വാസമാണ്, അതിനകത്ത് വേറൊരു സംഗതിയില്ല. ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സാമൂഹിക വിഭാഗത്തെ അതിൽ നിന്ന് തടയുന്നില്ല. റിഫോർമേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ വിശ്വാസത്തിൽപ്പെടുന്ന ഒരു കൂട്ടരെ പള്ളിയുടെ അടുത്തോടുള്ള വഴിയെ നടത്തിക്കൂടാ, അല്ലെങ്കിൽ പള്ളിക്കകത്ത് കയറിക്കൂടാ, അല്ലെങ്കിൽ മറ്റെല്ലാവരോടും ഒപ്പം ചേർന്ന് പ്രാർത്ഥനകൾ നിർവഹിച്ചുകൂടാ. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് റിഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഒരാൾ പള്ളിയിൽ വന്നാൽ ആ പള്ളിയിൽ അയാൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അയാൾ മതം മാറി വന്ന ആളാകട്ടെ, അല്ലെങ്കിൽ ആരാണെങ്കിലും ഈക്വൽ സ്റ്റാറ്റസാണ്. ഈക്വൽ സ്റ്റാറ്റസ്, ഒരു പ്രത്യേകതയില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ദുബൈയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ പണിക്കാരനായിരിക്കും, കൂലിപ്പണി ചെയ്യുന്ന ആളാണ് രാജാവിന് പ്രാർത്ഥന നയിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേക ഒരു വിഭാഗത്തിനായിട്ടിത് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, ജാതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം ജാതി വ്യത്യാസങ്ങളൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കുന്നില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു കാലത്ത് തടയപ്പെട്ടിരുന്നു. അന്ന് ചില റിഫോമേഴ്സൊക്കെ വന്നു, ആ റിഫോർമേഷൻ ഉണ്ടായി. ഇപ്പോൾ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നവരും. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഗൾഫിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ കുറഞ്ഞത് അതിനകത്ത് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ 50% മുസ്ലിം കുട്ടികളായിരിക്കും, അതിലൊരു 10-30% പെൺകുട്ടികളായിരിക്കും. അവിടെ റിഫോർമേഷൻ വന്നു. പിന്നെ അതുപോലെ തന്നെയുള്ള റിഫോർമേഷൻ ആക്ടിവിറ്റീസൊക്കെ ഇതിൽ കാലാകാലങ്ങളായി നടക്കാറുണ്ട്. പിന്നെ ചിലർ ഇപ്പോൾ ഇസ്ലാം മതത്തിലെ ഏകദൈവ വിശ്വാസം എന്നുള്ളതിന് പകരം ചില ആളുകൾ ഈ ഖബറിടങ്ങൾ ഒക്കെ
പിന്നെ അവിടെ ചില പ്രാർത്ഥനകളും മറ്റുമൊക്കെ നിർവഹിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുണ്ട്. അവർ റിഫോർമേഷൻ നടത്തുന്നുണ്ട്, അവരവരുടെ വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്, മറ്റവരുടെ വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മോള് വെറുതെ പടക്കം പൊട്ടിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞത് ഇതിൽ റിഫോർമേഷൻ മാറ്റാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന ദിശ അത് പ്രവാചകൻ കാണിച്ചു തന്നു. അതിന് പകരം ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു റിഫോർമേഷൻ്റെ ആവശ്യമില്ല. 5 നേരത്തെ പ്രാർത്ഥനയുടെ രൂപവും ഭാവവും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഹജ്ജ് ചെയ്യേണ്ടത് എവിടെ പോയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ കറുത്തവനും വെളുത്തവനും നീഗ്രോയും ആഫ്രിക്കനും അന്റാർട്ടിക്കനും എല്ലാവരും ഹജ്ജ് ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ സക്കാത്ത് കൊടുക്കുക, ഇത്ര ശതമാനം വരുമാനത്തിൽ നിന്ന് കൊടുക്കുക. അത് കൊടുക്കേണ്ടത് ആരാണെന്നും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലാർക്കും തർക്കമില്ല. റമദാൻ മാസത്തിൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കുക, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം ആർക്കൊക്കെ നോമ്പനുഷ്ഠിക്കണം, ആർക്ക് ഇളവുണ്ട്, ആ ഇളവ് എങ്ങനെ പരിഹരിക്കണം, ഇതിലെല്ലാം കൃത്യമായ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരാൾ വന്ന് 30 നോയമ്പ് വേണ്ട, 25 മതി, ഇത്രയും നാൾ നിങ്ങൾ പടിഞ്ഞാട്ടല്ലേ നിസ്കരിച്ച്, ഇനി കിഴക്കോട്ട് നിസ്കരിച്ച്, ഇനി മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നതിന് പകരം വീട്ടിലൊരു ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു കറുത്ത തുണിയിട്ട് അതിൻ്റെ ചുറ്റിനും കറങ്ങിയാൽ മതി എന്ന് പറയുന്ന റിഫോർമേഷൻ ആവശ്യമില്ല. കാരണം ആ കാര്യങ്ങളൊക്കെ വെൽ ഡിഫൈൻഡാണ്. ആ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ വ്യതിയാനം എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ അതിന് വിരുദ്ധമായി പറയുമ്പോഴാണ് അതിൽ റിഫോർമേഷൻ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ ബിലീഫ്സിൽ ഇസ്ലാമിൽ ഒരു റിഫോർമേഷൻ്റെയും ആവശ്യമുണ്ടെന്ന് ഒരു റിഫോർമറും ഇന്നുവരെ അവകാശപ്പെട്ടിട്ടില്ല. സോഷ്യൽ പ്രാക്ടീസിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ മുഖം മുഴുവൻ മൂടി നടക്കുന്ന ശൈലി, അതിലൊക്കെ റിഫോർമേഷൻ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് പലതും, ഞങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അപ്പം ഞങ്ങളാരും പക്ഷേ ഇതുപോലെ ഇപ്പോൾ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം എന്ന് ഇസ്ലാം മതത്തിൽ ആരുടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലല്ലേ റിഫോർമേഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വെറുതെ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഈ മോൾ എനിക്ക് തോന്നുന്നു ഈ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ ഒരു പരമ്പരയിൽ, ശിഷ്യ പരമ്പരയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഓടെയാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം അപ്പുറത്തെ അച്ഛനെ ചികിത്സയ്ക്ക് ആശുപത്രി കൊണ്ടുവന്നു, വേറെ ഒരു അച്ഛനെ ആശുപത്രി കൊണ്ടുവന്നു, ഇവിടുത്തെ വീട്ടിൽ അച്ഛനെ മാത്രം എന്താ ആശുപത്രി കൊണ്ടുപോകത്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ അച്ഛന് അസുഖമൊന്നും വന്നില്ല. അപ്പോൾ അതൊരു കുറവല്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം.